ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പോൾ ഇന്നൊരു സണ്ണി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയില്ല, നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഇതാ കുഞ്ഞാറ്റി നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് മോസ്റ്റായിട്ട് നമ്മൾ പുഴയിൽ പോയിട്ട് എന്താ പറയുക, കുളിക്കാനും അലക്കാനൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞാറ്റി ഇത് അവിടെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഗായ്സ്. ഇപ്പം നമ്മുടെ ചിങ്ങം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പം അധികം വെയിലാണ് കേട്ടോ. അത്ര വലിയ മഴയൊന്നും വന്നിട്ടില്ല. പുഴയിലെ വെള്ളമൊക്കെ ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മമ്മ ചെരുവെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ചെരുവൻ നല്ല മോസ്റ്റ് കളർഫുൾ ആയിട്ടല്ലേ ഗായ്സ്. അപ്പം നമ്മൾ 3 പേരും അല്ലാതെ നമ്മുടെ കുട്ടിമണി ലൈക്കയാണ് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ 2 പേരും കൂടി കൂട്ടൊക്കെ കൂടി പാട്ടൊക്കെ പാടി ഇങ്ങനെ തുള്ളി കളിച്ച് പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് വിളിച്ചപ്പോഴേക്കും ദേ ഓടി വന്നു. അതുപോലെ നമ്മുടെ കാട്ടുകുറിഞ്ഞി പൂക്കൾ ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട്. നമ്മുടെ ഓണം അങ്ങ് വന്നില്ലേ, പിന്നെ പൂക്കളുടെ കാര്യം പറയണോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാണ് ഇവിടെ ഇറങ്ങിയത്, കാരണം പാളയൊക്കെ ഉണ്ട് കേട്ടോ. തെന്നി വീണാൽ മോസ്റ്റായിരിക്കും ഗൈസ്. ഇപ്പം നമുക്ക് ഇവിടെ ചാടി കിടക്കാനുണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വഴിയാണ്. അപ്പം നമ്മുടെ താഴെ വീടിരുന്ന വഴിയാണ് ഇതാ അങ്ങോട്ട്. അപ്പം അവിടെ ഫുള്ളും നമ്മുടെ കിണറിൻ്റെ അടുത്ത് നിന്നാണ് ഞാനിപ്പോൾ ചാടി ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ താളി പറിക്കലാണ് കേട്ടോ. അപ്പം നമ്മളിനി താളി പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെമ്പരത്തി താളി. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുഴയിൽ പോകുമ്പോൾ താളീൻ്റെ കൊമ്പടക്കാണ് പറിക്കുന്നതെന്ന്. കാരണം നമുക്ക് ഉരച്ച് കഴുകാൻ ഏറ്റവും ഈസി അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ജ്യൂസ് പോലെ ആക്കി എടുക്കാറാണ് പതിവ്. പക്ഷേ പുഴയിൽ ഓൾറെഡി കല്ലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ താളി ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ താളി മോസ്റ്റായും കുറവാണ് കേട്ടോ. അത് കാരണം നമ്മളിതാ ഈ താഴേക്കും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കൂടെ കുറച്ച് താളി നമുക്ക് പറിക്കാനുണ്ട്. കാരണം നമ്മുടെ താളി മോസ്റ്റായി കുറവാണ്, ചെമ്പരത്തി നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെയും താളിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം ചെമ്പരത്തികൾ പറിക്കാം, കാരണം മോസ്റ്റ് ജ്യൂസ് നമുക്ക് വേണം ഗായ്സ്. ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ താളി പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരാളെ കണ്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനെ പരിചയം ഉണ്ടാവും. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സ്പൈഡിയാണ്, നമ്മുടെ സ്പൈഡർമാൻ. അപ്പം നമ്മുടെ സ്പൈഡി വന്നിട്ട് ഈ ഒരു ചെമ്പരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പം ഈ ഒരു സ്പൈഡീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പറമ്പിലൊക്കെയുള്ള സ്പൈഡിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്പൈഡിയാണിത്. ഇവൻ കടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇതുവരെ എന്നെ കടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ സ്പൈഡീനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഗായ്സ് നമ്മുടെ കുഞ്ഞാറ്റി എന്നെ വിളിച്ചത്. അപ്പം നമ്മുടെ മമ്മേനെയും കുഞ്ഞാറ്റീനെയും ലൈക്കനെയും കുട്ടീനെയും ആ ഒരു സമയത്ത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവർ ഇവിടെയായിരുന്നു. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പേരയ്ക്കാത്തോട്ടത്തിൽ. അപ്പം നമ്മുടെ മമ്മയും കുഞ്ഞാറ്റിയും കൂടെ പേരയ്ക്ക പഴങ്ങൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസിയിലായിരുന്നു ഗായ്സ്. ഇപ്പോൾ ഒരുപാട് പേരയ്ക്കാപ്പഴങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറേ എണ്ണം ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും അവർ പറിച്ച് കഴിക്കട്ടെ, നശിപ്പിക്കാതെ ഇരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാനിതാ ഒരു പേരയ്ക്കാപ്പഴം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുത്തോ ഇല്ലയോ എന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞാറ്റി പറഞ്ഞു അത് മീഡിയം ആയിട്ടുണ്ട്, പറിച്ചോ എന്നുള്ളത്. അങ്ങനെ ഞാൻ അതും കൂടെ പറിച്ചു. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ക്രഞ്ചി മുഞ്ചി മീഞ്ചി ആയിട്ടുള്ള നമ്മുടെ പേരയ്ക്ക കഴിക്കാം കേട്ടോ. അപ്പം നല്ല മധുരമുണ്ട് നമ്മുടെ പേരയ്ക്കയ്ക്ക്. അപ്പം മോസ്റ്റായിട്ട് നമ്മളിപ്പം പേരയ്ക്ക കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ലൈക്കയും കുട്ടിമണിയും കൂടെ മോസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവർക്ക് താഴെ വരുന്നത് മോസ്റ്റായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അവർക്കിങ്ങനെ താഴെ വന്ന് നമ്മുടെ കൂടെ വയലിലും നമ്മുടെ പേരയ്ക്കാത്തോട്ടത്തിലും പുഴയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്നത്. അതിനൊരു മടിയില്ല. എത്ര നേരം വേണമെങ്കിലും അവരിവിടെ ഇങ്ങനെ നിന്നോളും. ഈ നോ മടി ഗൈസ്, നോ മടി. അപ്പോഴാണ് നമ്മുടെ ആറ്റുവഞ്ചിപ്പൂ നമ്മളെ കണ്ടത് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് രസമാണല്ലേ നമ്മുടെ ആറ്റുവഞ്ചിപ്പൂവിനെ കാണാൻ. അപ്പം നമ്മളെ പൂവൊക്കെ നോക്കി പേരയ്ക്കൊക്കെ കഴിച്ച് എങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മളിതാ പേരയ്ക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ കയ്യിലിരുന്ന ഈ പേരയ്ക്കയ്ക്ക് മോസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ മമ്മയാണ് ഇത് കൊടുത്തത്. നമ്മുടെ പേരയ്ക്കാത്തോട്ടത്തിൽ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് പേരയ്ക്ക ഉണ്ട് കേട്ടോ. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പം പല 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 ടൈപ്പായിട്ടുള്ള പേരയ്ക്കാപ്പഴങ്ങൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മുടെ ഈ പേരമരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നിങ്ങൾ കണ്ടോ. അപ്പം നമ്മുടെ പേരയ്ക്കാപ്പഴത്തിൻ്റെ മുകളിലിരിക്കുകയാണ് ഈ ഒരു ബട്ടർഫ്ലൈ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ മോസ്റ്റായിട്ട് നമ്മുടെ പേരയ്ക്കാപ്പഴം
തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ പുഴയിലേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പം നമ്മൾ പാലമൊക്കെ കിടന്നത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പാലം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആ വഴിയാണ്. മോസ്റ്റായി കിടക്കുവാണ് നമ്മുടെ വഴി. അപ്പോൾ വഴിയിൽ നോക്ക് നമ്മുടെ വിഡേലിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിഡേലിയ എനിക്ക് മോസ്റ്റായിട്ട് ഓർമ്മ വരുന്നത് ഓണക്കാലത്ത് നമ്മൾ മെയിനായിട്ടും എടുക്കുന്ന പൂവാണ് നമ്മുടെ വിഡേലിയ. അപ്പോൾ നമ്മുടെ കുട്ടിമണിയും ലൈക്കയും കൂടെ ഇതാ ഫ്രണ്ടിൽ നടന്നിട്ടുണ്ട്. രണ്ടുപേരും മോസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ലൈക്ക 24 ഹവേഴ്സ് നമ്മുടെ കുട്ടീൻ്റെ പുറകെയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും നല്ല ചില്ലിങ് വൈബായിട്ട് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ടിലേക്ക് നടക്കാം ഗായ്സ്. അങ്ങനെ ഞാൻ നമ്മുടെ ബക്കറ്റെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാം. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഉറുമ്പിൻ്റെ കൂട് കണ്ടത്. ഇത് നമ്മുടെ കൂനൻ ഉറുമ്പിൻ്റെ കൂടാണ്. നിങ്ങൾ കൂനൻ ഉറുമ്പ് എന്നാണോ പറയുന്നത്? നമ്മൾ കൂനുറുമ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം മോസ്റ്റായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാലസാണ് നമ്മുടെ കൂനൻ ഉറുമ്പിൻ്റെ. അപ്പം നമ്മുടെ ഉറുമ്പുകൾ നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുന്നതും ഫുഡൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഈ വഴിക്കാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി വന്നത് ഈ ഒരു വഴിയിലാണ്. അപ്പോൾ ഈ ഇറക്കം കുറച്ച് സീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാടി ഇറങ്ങാം, എന്താവും അറിയില്ല. എൻ്റെ കയ്യിൽ ബക്കറ്റും എല്ലാം ഉണ്ട് ഗായ്സ്. എൻ്റെ ഗായ്സേ, ഇപ്പോൾ അവിടെ ഒരു സാഷ്ടാംഗം പ്രണാമം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ചെയ്തില്ല. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മഴ നമ്മുടെ ഈ ഒരു മരവാഴയിൽ ഇതാ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബക്കറ്റ് ഒന്നും കൂടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മമ്മേൻ്റെ ഫോണാണ് കേട്ടോ ഈ സോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മളിനി നേരെ വഴിക്ക് എങ്ങോട്ട് പോവാണ്? നമ്മുടെ പുഴയിലേക്ക് പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വരാത്തത് കൊണ്ട് തന്നെ നിറച്ച് കാടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചീങ്കള വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ ചീങ്കളപ്പുഴയിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ വന്നത് ചീങ്കളപ്പുഴയിലേക്കാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വെള്ളം മോസ്റ്റായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? എൻ്റെ ഗായ്സേ, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ അലക്കുകല്ല് പോലും കാണുന്നില്ല. ഇറങ്ങുന്ന ഈ കല്ല് മാത്രമാണ് കേട്ടോ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് അലക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ മോസ്റ്റ് ശശിയായിട്ടുണ്ട്. നിങ്ങൾ ഈ തഴ കണ്ടോ? ഈ തഴ വെള്ളം കയറിയ സമയത്ത് ഇങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലുള്ള തെങ്ങിൻ്റെ ചോട്ടിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ ചീങ്കള വീടിൻ്റെ ഫ്രണ്ടിൽ വരെ വെള്ളം കയറാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മോസ്റ്റായിട്ട് ബ്ലങ് ആയ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ വന്നു, ഇനി എന്തായാലും തിരിച്ചു പോകലാണ് നടക്കുകയുള്ളൂ. അല്ലാതെ ഈ വെള്ളത്തിൽ നിൽക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇറങ്ങും, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇറങ്ങുന്ന ആ കല്ല് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ ഫുൾ നമ്മുടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി കുറഞ്ഞിട്ടാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സാധാരണ ഉണ്ടായിരുന്ന നമ്മുടെ നരസിപ്പുഴയിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ മാത്രം വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മമ്മ നമ്മുടെ മോസ്റ്റ് ചെരുവ് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുവെള്ളം എടുത്ത് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത് മാത്രമല്ല, നിങ്ങളിതാ കണ്ടോ? അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ലൈൻ നമ്മുടെ ഈ തഴയിലേക്കാണ് കേട്ടോ ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പം ആ തഴ വന്നിട്ട് നമ്മുടെ വെള്ളത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പം മോസ്റ്റായിട്ട് അപകടമുള്ള ഏരിയ ആണ്, കണ്ടില്ലേ? അപ്പം നമുക്കിവിടെ നിന്ന് അലക്കുന്നത് ഒട്ടും സേഫല്ല. അത് കാരണം നമ്മളൊന്നും നോക്കുന്നില്ല, ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. പോകാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ കുട്ടിമണി നോക്ക്, ഈ ഒരു കുട്ടീൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കയർ ഇതവിടെ കുടുങ്ങിയിട്ടുണ്ട്. മമ്മയാണെങ്കിൽ മോസ്റ്റായിട്ട് നമ്മുടെ കുട്ടീനെ വിളിക്കുകയാണ്. അവനാണെങ്കിൽ പോകാനും പറ്റുന്നില്ല. മോസ്റ്റായി നമ്മുടെ കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പാവം തോന്നും നമ്മുടെ കുട്ടീൻ്റെ പ്രവൃത്തികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ. മമ്മ വിളിച്ചിട്ട് അവന് പോകാനും പറ്റുന്നില്ല, അവൻ്റെ കയർ ഇവിടെ കുടുങ്ങുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റി അത് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലൈക്കയും കുട്ടിയും കൂടി മമ്മേൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് അഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. അവരിതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധം നമ്മൾ വീട്ടിലെത്തിയിട്ടോ. എൻ്റെ ഗായ്സേ, മോസ്റ്റായിട്ട് മടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പുഴയിൽ പോയി ഇങ്ങനെ ശശിയായിട്ട് വരുന്നത്. ഞാൻ മാത്രമല്ല, പോയ നമ്മളെല്ലാവരും അങ്ങനെ മോസ്റ്റ് ശശികളായി വന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം പുഴയിൽ പോയിട്ട് നമ്മൾ തലയൊക്കെ കഴുകാൻ ഓർത്താണ്, എല്ലാം കുളമാക്കി ഗൈസ്. അപ്പം ഞാൻ വേഗം പോയി കുളിക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.